കുറച്ച് മാസ് അല്ലെങ്കിൽ പവർ ഫീൽ ചെയ്യുന്ന ഡയലോഗ്സ് എങ്ങനെ എഴുതാം എന്നൊരു എക്സാമ്പിളിലൂടെ കാണിക്കാൻ പോവുകയാണ്. നായകനും വില്ലന്മാരുമായുള്ള ചെറിയൊരു സീനാണിത്. എന്താണ് സിറ്റുവേഷൻ എന്നോ എന്തിനെക്കുറിച്ചാണ് ചർച്ചയെന്നോ പറയാതെ നമുക്ക് തിരക്കഥയിലേക്ക് പോകാം. ഒരു ഗസ്റ്റ് ഹൗസാണ് സീൻ. ഇൻറ്റീരിയർ ഷോട്ടാണ്. പകലാണ് സംഭവം നടക്കുന്നത്. ഒരു സന്ധ്യ സംഭാഷണത്തിന് കൂടിയിരിക്കുകയാണ് എല്ലാവരും. ഒരു വശത്ത് ദാമോദരനും പാർട്ട്ണർ രവിയും ദാമോദരൻ്റെ മകൻ സുദീപും ഇരിക്കുന്നുണ്ട്. മറുവശത്ത് മാധവൻ ഇരിക്കുന്നു. നടുവിൽ മന്ത്രി പൗലോസ് ഇരിക്കുന്നു. ഇതിൽ മാധവനാണ് നായകൻ ആയിട്ട് വരുന്ന ക്യാരക്ടർ. അപ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുകയാണ്, അതായത് മന്ത്രി. 100 കൂട്ടം തിരക്കുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് എന്നെ ഇന്നിനെ നോക്കണ്ട, ഞാൻ ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് പെമ്പറനോത്തിയോട് വരെ പറഞ്ഞിട്ടാണ് മന്ത്രി പൗലോസ് ഈ മല കയറിയത്. ഇന്നിനി ഇതിനൊരു തീരുമാനമാകാതെ പിരിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായി പോകും എനിക്ക്. 2 കൂട്ടരോടും കൂടിയാ. അപ്പോൾ ദാമോദരൻ, ഇതിപ്പോൾ CMനെ മധ്യസ്ഥ നിർത്തി പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മാധവൻ്റെ കടുംപിടുത്തം, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ രവി, ആ സ്ഥലത്തിന് മാധവൻ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി കാശ് തരാമെന്ന് പറഞ്ഞല്ലോ. അതല്ല, കാശ് കൂടാതെ മറ്റെന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതും സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആർക്കും ദോഷത്തിനല്ലല്ലോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. അത് കേട്ട് മന്ത്രി ഒന്ന് ആലോചിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, നാടിനും ഗുണമുള്ള കേസായതുകൊണ്ടാണ് ഞാനും പിന്നെ വണ്ടി പിടിച്ചത്. ഇവരെന്തും തരാൻ റെഡിയായ സ്ഥിതിക്ക് മാധവൻ ഒന്നുകൂടി ഒന്ന്. അത് കേട്ട് എല്ലാവരും മാധവനെ നോക്കുന്നു. അപ്പോൾ മാധവൻ പറയാണ്, ഡാമിനോട് ചേർന്ന് കിടക്കുന്ന 50 ഏക്കർ ഞാൻ നാടിൻ്റെ നന്മയോർത്ത് എഴുതി തന്നാൽ പിന്നെ അവിടെ മരുന്ന് കമ്പനി എന്ന പേരിൽ പൊങ്ങാൻ പോകുന്നത് നല്ല ഒന്നാം തരം മയക്കുമരുന്ന് കമ്പനിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ. അത് കേട്ട് പൗലോസ് പെട്ടെന്ന്, മാധവൻ എന്തായി പറയുന്നത്? ശ്രീ വെങ്കടേശ്വര അസോസിയേറ്റ്സിനെ പറ്റി അറിയില്ലേ മാധവന്? അപ്പോൾ മാധവൻ, അറിയാം, മെഡിസിൻ മാർക്കറ്റിലെ പുതു തരംഗം. തലപ്പത്ത് ഈ ദാമോദരനും രവിയും, പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫ്രോഡ്, 100ൽ പരം മയക്കുമരുന്ന് കേസിൻ്റെ റെക്കോർഡുള്ള കുൽദീപ് രമാകാന്തും. അത് കേട്ട് ദാമോദരൻ്റെയും രവിയുടെയും മുഖം മാറുന്നു. എന്നിട്ട് മാധവൻ പറയാണ്, 1000കണക്കിന് ജീവിതങ്ങൾ ഇല്ലാതാക്കിയ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും കുടിവെള്ളത്തിന് ഡാമിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള ഈ നാട്ടിൽ അവരുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ വിഷം കലർത്തുമെന്നറിഞ്ഞിട്ടും സന്ധി സംഭാഷണത്തിന് മുഖ്യ വണ്ടി കയറാൻ കാരണം നാടിൻ്റെ നന്മ ഓർത്തിട്ടല്ല, കമ്പനിയുടെ ഷെയറിൽ 30% പാർട്ട്ണർഷിപ്പ്. കേരള CM പൗലോസ് വക, ശരിയല്ലേ? അത് കേട്ട് പൗലോസ് ഞെട്ടുന്നു. അപ്പോൾ മാധവൻ, എന്നിട്ടും ഞാനിന്ന് ഇവിടം വരെ വരാൻ കാരണം ഇവരെ ഭയന്നിട്ടോ CMനോടോ CMൻ്റെ നാണം കെട്ട പാർട്ടിയോടോ ഉള്ള സ്നേഹം കൊണ്ടോ അല്ല, തൻ്റെ അച്ഛൻ വറീദ് മാപ്പിള അങ്ങേരോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ന് കരുതി ആ വറീദ് കുഴിമാടത്തിൽ നിന്ന് എണീറ്റ് വന്ന് പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. അപ്പോൾ പൗലോസ്, മിസ്റ്റർ മാധവൻ, മാന്യമായിട്ട് സംസാരിക്കണം. ഈ വക സംസാരമൊക്കെ തൻ്റെ മുന്നിൽ ദിവസക്കൂലിക്ക് കൈനീട്ടി നിൽക്കുന്ന എംബോക്കികളോട് മതി. ഞാനിവിടുത്തെ CM ആണ്. അപ്പോൾ മാധവൻ എണീക്കുന്നു. എന്നിട്ട് 300 രൂപ ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പോറ്റുന്ന എംബോക്കികളുടെ വോട്ടാണ് തന്നെയും ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയെന്ന് മറക്കരുത്. അവരുടെ മുന്നിൽ വോട്ടിന് വേണ്ടി ചിരിച്ചും കുനിഞ്ഞും നിന്ന് അധികാരത്തിൽ കയറിയിട്ട് അവസാനം ജയ് വിളിച്ചവൻ്റെ കഴുത്തിന് കത്തി വയ്ക്കുന്ന ഈ നാണംകെട്ട പരിപാടി ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ഇറക്കരുത്. അത് കേട്ട് എല്ലാവരും എണീക്കുകയാണ്. അപ്പോൾ ദാമോദരൻ, ഒത്തിരി അങ്ങോട്ട് കയറണ്ട. രാജാവിൻ്റെ കിരീടമായിരുന്നു എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടില്ല, അത് ഓർമ്മ വേണം. അപ്പോൾ രവി, ഞങ്ങളെയൊക്കെ എതിർത്തിട്ട് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ മാധവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പൗലോസ്, വാശിയൊന്നും വേണ്ട. ഈ വെള്ളിയാഴ്ച, അതായത് ഇന്നേക്ക് 4-ാം നാൾ സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് നടക്കണം. ഒന്നും ആലോചിക്കാനോ സംസാരിക്കാനോ ഇല്ല ഇനി. മാധവന് പോവാം. മാധവൻ പോകാനൊരുങ്ങിയെങ്കിലും ഒന്ന് നിൽക്കുന്നു. എന്നിട്ട് മാധവൻ അവർക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് മാധവൻ പറയാണ്, വാശിയായിരുന്നെങ്കിൽ മാറ്റാമായിരുന്നു, പക്ഷേ ഇതെൻ്റെ തീരുമാനമായിപ്പോയി, അതങ്ങനെ മാറില്ല. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മാധവൻ പറയാണ്, എഗ്രിമെൻറ്റ് വെക്കാനാണെന്ന് പറഞ്ഞ് മല കയറുന്നവൻ്റെ നെഞ്ചിൽ റീത്ത് വെച്ച് വിടും അവിടുത്തെ നാട്ടുകാർ. കിരീടം ഇല്ലെന്നേ ഉള്ളൂ, അവരെൻ്റെ പ്രജകളാണ്. സംശയമുള്ളവർക്ക് വന്ന് നോക്കാം. അത് പറഞ്ഞുകൊണ്ട് മാധവൻ തിരിച്ചവിടെ നിന്നും സ്ലോ മോഷനിൽ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ മ്യൂസിക് ചാർജ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതാണ് സീൻ. ഇതിലും ഡീറ്റെയിൽഡായിട്ട് മറ്റൊരു വീഡിയോയിൽ ഡയലോഗ്സ് സ്ക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.